നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 9 ചൊവ്വാഴ്ചയാണ്. ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട മാർക്കറ്റുകളെല്ലാം ഇടിയുകയുണ്ടായി. അതിൽ തന്നെ കൂടുതൽ ഇടിവുണ്ടാക്കിയത് മിഡ് ക്യാപ്പ് ആയിരുന്നു. ഏകദേശം 2% ഇടിഞ്ഞത്. എന്നാൽ നിഫ്റ്റി 0.86% ഇടിഞ്ഞു. ബാങ്ക് നിഫ്റ്റി 0.9% ഇടിവുമുണ്ടാക്കി. ഇനി ഇന്നത്തെ കുറിച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ആദ്യം 2026 സാമ്പത്തിക വർഷത്തിലെ കാർഷിക മേഖലയുടെ വളർച്ച 4% കണക്കാക്കപ്പെടുന്നു. കഴിഞ്ഞ വർഷത്തെ 4.6%-ത്തേക്കാൾ കുറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രവചനം പുറത്തു വന്നിരിക്കുന്നത്. നീതി ആയോഗ് അംഗം രമേശ് ചന്ദാണ് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത്. മുൻ സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ കാർഷിക മേഖലയിലെ വളർച്ച മിതത്വം കാണിക്കുന്നു. ഇത് കാർഷിക മേഖലയെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു വാർത്ത ഇതാണ്. വ്യാപാരവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനായി ഡിസംബർ 10-11 തീയതികളിൽ ഒരു US വ്യാപാര പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിക്കും. ഇതിൽ പ്രധാനപ്പെട്ട അജണ്ട എന്താണെന്ന് നമുക്കറിയാം. ഇന്ത്യൻ ഇറക്കുമതികൾ US ഏർപ്പെടുത്തിയ അധിക തീരുവ കുറയ്ക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. 2025 മാർച്ച് മുതൽ ഇരുപക്ഷവും 6 റൗണ്ട് ചർച്ചകൾ നടത്തി കഴിഞ്ഞു. ഇന്ത്യ US വ്യാപാര ചർച്ചകൾക്ക് 2 വഴികളുണ്ട്. ഇന്ത്യൻ സാധനങ്ങൾക്ക് നിലവിൽ 50% തീരുവയാണ് US ഏർപ്പെടുത്തിയിരിക്കുന്നത്. 25% പരസ്പര താരിഫും ഇന്ത്യ റഷ്യ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട 25% താരിഫ് കൂടിയാണ് നിലവിൽ ഇപ്പോഴുള്ളത്. ഒന്നുകിൽ ഇത് പരിഹരിക്കാനുള്ള ഒരു പാക്കേജ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സമഗ്രമായ ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ ഉണ്ടാക്കുക എന്നതാണ് മറ്റൊരു പരിഹാരമായി കാണാൻ കഴിയുക. ഏതായാലും ഇന്ത്യയും US തമ്മിലുള്ള അധിക തീരുവ ചുമത്തിയ പ്രശ്നങ്ങൾ ഉടൻ തന്നെ ഒരു പരിഹാരം കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അടുത്തതായി IPLുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. 2024 $12 ബില്യൺ നിന്ന് 2025 IPLിൻ്റെ ബ്രാൻഡ് മൂല്യം 20% ഇടിഞ്ഞ് $9.6 ബില്യൺ ആയി. 2 വർഷത്തിനിടെ ആദ്യമായി മൂല്യം $10 ബില്യൺ താഴെയായി. 2025 മുൻനിര 4 ടീമുകളുടെ, അതായത് മുംബൈ ഇന്ത്യൻസ്, RCB, ചെന്നൈ സൂപ്പർ കിങ്സ്, KKR തുടങ്ങിയ ബ്രാൻഡ് മൂല്യം 9 മുതൽ 33% ഇടിവ് വന്നിരിക്കുന്നു. 2025 ഏറ്റവും മൂല്യവത്തായ ടീമുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് മുംബൈ ഇന്ത്യൻസ് ആണ്, $108 മില്യൺ. RCB $105 മില്യൺ ആയി 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. 3ാമത്തെ സ്ഥാനം കൈയടക്കിയിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്, $93 മില്യൺ ആണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ആദ്യം US മാർക്കറ്റുകൾ. ഡൗ ജോൺസ് 0.45% ഇടിഞ്ഞു. S&P 500 0.35%, നാസ്ഡാക്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഫെഡറൽ റിസർവിൻ്റെ മോണിറ്ററി പോളിസി മീറ്റിംഗ് നാളെയാണ് നടക്കാനിരിക്കുന്നത്. ഒരു 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ എന്തായാലും വളരെ കൂടുതലാണ്. ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്ന് തന്നെ ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നു. പക്ഷേ വരുന്ന മാസങ്ങളിൽ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനങ്ങൾ എത്തരത്തിലായിരിക്കും എന്നുള്ള ആശങ്കകൾ തന്നെയാണ് ഇന്നലത്തെ ഇടിവിന് കാരണമായത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് 1.91% ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.70% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 1% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1.5% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 2% ഇടിവുമുണ്ടാക്കി. US ഫെഡറൽ റിസർവിൻ്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിന് മുന്നോടിയായി യൂറോപ്യൻ വിപണികൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഏഷ്യൻ വിപണിയിലേക്ക് ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.11% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 0.57% ഇടിവിൽ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 25,957 എന്ന നിലയിൽ 83 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 90 മുതൽ 100 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 1299 രൂപയ്ക്ക് 55% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്.
ആദ്യം ഇപ്പോൾ ലഭിച്ച ഒരു വാർത്തയിലേക്കാണ്. കനേഡിയൻ വളം, ഇന്ത്യൻ അരി എന്നിവയുൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പുതിയ തീരുവ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകിയിരിക്കുന്നു. അത്തരത്തിലാണെങ്കിൽ ഇന്ന് നമ്മൾ വാച്ച് ചെയ്യേണ്ട 1-2 സ്റ്റോക്കുകൾ LT ഫുഡ്സ്, KRBL തുടങ്ങിയവയായിരിക്കും. ഇനി ഏറെ ദിവസങ്ങളായിട്ട് ഫോക്കസിൽ ഉണ്ടായിരുന്ന ഇൻഡിഗോയെ സംബന്ധിച്ചിട്ടുള്ള വാർത്തയിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ചയിലെ പ്രശ്നങ്ങൾക്ക് ശേഷം തങ്ങളുടെ വിമാന സർവീസുകൾ ഇപ്പോൾ സാധാരണ നിലയിലായതായി ഇൻഡിഗോ അറിയിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് 4-അംഗ DGCA സംഘം അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ അവർ ഡിസംബർ 10 ബുധനാഴ്ച ഇൻഡിഗോയുടെ CEOയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയേക്കും. യാത്രക്കാർക്ക് ഇതിനകം 827 കോടി രൂപയുടെ റീഫണ്ട് നൽകിയിട്ടുണ്ട്. അടുത്ത് വെൽപ്സൺ കോർപ്പ് എന്ന കമ്പനിയാണ്. സൗദി അറേബ്യയിലെ തങ്ങളുടെ അസോസിയേറ്റ് കമ്പനിയായ EPIC സൗദി വാട്ടർ അതോറിറ്റിയുമായി കരാർ ഒപ്പിട്ടതായി വെൽപ്സൺ കോർപ്പറേഷൻ അറിയിച്ചു. കരാർ മൂല്യം ഏകദേശം 1165 കോടി രൂപ വരും. അടുത്തതായി മറ്റൊരു റിസൾട്ട് വന്ന കമ്പനിയിലേക്കാണ്. ഫിസിക്സ് വാല എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 69.6% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 69.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 26.3% വർധനവ് വന്നു. 1051.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി സൈമൺസ് എന്ന സ്റ്റോക്കാണ്. സൈമൺസ് തങ്ങളുടെ ലോ വോൾട്ടേജ് മോട്ടോഴ്സ്, ഗിയർ മോട്ടോഴ്സ് ബിസിനസ്സുകൾ ഇന്നോമോട്ടിക്സ് ഇന്ത്യക്ക് വിൽക്കും. ഇടപാട് മൂല്യം 2200 കോടി രൂപയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബന്ധൻ ബാങ്ക്, കെയ്ൻസ് ടെക്നോളജീസ്, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 656 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 2543 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 25,961 226 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം മുൻപ് തന്നെ പറഞ്ഞിരുന്നു, ഒരു ഫോളിംഗ് ട്രെൻഡ് ലൈനിന് സമാനമായ ഒരു പാറ്റേൺ ആണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കൃത്യമായി അത് ടച്ച് ചെയ്തതിന് ശേഷം തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് അതിന് താഴെയായിട്ടൊരു ക്ലോസിംഗ് ഇപ്പോഴും വെച്ചിട്ടില്ല. പക്ഷേ ചില ബീറിഷ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ 20-day EMAയ്ക്ക് താഴെയായിട്ടാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി കാണാൻ കഴിയുന്നത്, ഒരു സ്മോളസ്റ്റ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കൂടി ഇവിടെ ഫോം ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഒരു സപ്പോർട്ട് സോൺ ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. അതിനുശേഷം ഡൗൺ സൈഡിൽ 25,289 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ ആവാൻ സാധ്യതയുണ്ട്. ഇനി ഡൗൺ സൈഡിൽ തിങ്കളാഴ്ചത്തെ ലോ ആയിട്ടുള്ള 25,892 ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം നവംബർ 26-ാം തീയതിയിലെ ലോ ആയിട്ടുള്ള 25,840 ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവൽ കൂടിയാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 26,100 മുതൽ 26,200 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ഹെഡിലാവാൻ സാധ്യതയുണ്ട്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,900-ഉമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 59,238-ൽ 539 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി വീണ്ടും അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിന് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 20-day EMAയ്ക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 59,000 മുതൽ 58,900 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു സോണാണ്. ഈ സോണിന് താഴെയായിട്ട് ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ അത് 20-day EMAയ്ക്ക് താഴെയായിട്ട് ക്ലോസിംഗ് കൂടി വെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കും. അത്തരത്തിലാണെങ്കിൽ 58,600 വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. അപ്സൈഡിലേക്ക് വന്നാൽ ആദ്യം ഈ റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ ഇന്നലെ ഇന്ത്യ വിക്സിൽ നല്ലൊരു ഉണർവ് കണ്ടിരുന്നു. 7.85% വർധനമാണ് ഇന്നലെ ഇന്ത്യ വിക്സിൽ കണ്ടത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.